ശിവപ്രസാദ് സാറേ, നമസ്കാരം. നമ്മുടെ ആദരണീയനായ പ്രധാനമന്ത്രി നരേന്ദ്രമോദിജി ഇന്നലെ തിരുവനന്തപുരത്ത് വന്ന് ഇളക്കി മറിച്ചിട്ട് പിന്നെ പോകുന്നത് തമിഴ്നാട്ടിലേക്കാണ്. കേരളത്തിലെ പെർഫോമൻസ് നമ്മൾ ഇന്നലെ ചർച്ച ചെയ്തതാണ്. ഇന്ന് നമ്മൾ ആലോചിക്കുന്നത് അദ്ദേഹത്തിന്റെ തമിഴ്നാട് പെർഫോമൻസ് എങ്ങനെ ഉണ്ടായിരുന്നു എന്നാണ്. അദ്ദേഹത്തിന്റെ അവിടുത്തെ പബ്ലിക് അപ്പിയറൻസ് സാർ ശ്രദ്ധിച്ചിരുന്നോ? എന്തൊക്കെയാണ് അതിന്റെ ഒരു ഹൈലൈറ്റ്സ് എന്ന് പറഞ്ഞ്? തിരുവനന്തപുരത്ത് ഒരു 2 മണിക്കൂറാണ് അദ്ദേഹം ഉണ്ടായിരുന്നത്. തിരുവനന്തപുരം മാത്രമല്ല, ഏതാണ്ട് കേരളം മുഴുവൻ ഇളക്കി മറിച്ച ഒരു സന്തോഷം പ്രദാനം ചെയ്തിട്ടാണ് അദ്ദേഹം തമിഴ്നാട്ടിലേക്ക് പോകുന്നത്. തമിഴ്നാട്ടിൽ ചെല്ലുമ്പോൾ അദ്ദേഹത്തിന് ഈ യാത്രയോ ഒന്നും അദ്ദേഹത്തെ ഒരു വിധത്തിലും അദ്ദേഹം ബാധിച്ചായി കാണുന്നില്ല എന്നുള്ളതാണ്. വളരെ രൂക്ഷമായി അദ്ദേഹം വളരെ കൃത്യമായി തന്നെ DMK സർക്കാരിനെതിരെ ആഞ്ഞടിക്കുകയാണ് ചെയ്തത്. വസ്തുത അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അദ്ദേഹം പറഞ്ഞത്, ഇപ്പോൾ പണ്ടൊക്കെ തന്നെ അദ്ദേഹം ഉപയോഗിച്ചിരുന്ന പോലെ ചില CMC സർക്കാർ എന്ന് അദ്ദേഹം പറഞ്ഞു. അതായത് ക്രൈം, മാഫിയ, കറപ്ഷൻ. അത് ശ്രദ്ധിച്ചാൽ നമുക്കറിയാൻ പറ്റും. ഈ ക്രൈം, കറപ്ഷൻ, മാഫിയ എന്ന് അദ്ദേഹം പറയുമ്പോൾ ഇത് തമ്മിൽ നമ്മൾ കേവലമായി ഇത് കേട്ട് കളയാനുള്ളതല്ല വാസ്തവത്തിൽ. ഈ കറപ്ഷൻ എന്ന് പറയുന്നത് വളരെ താഴെത്തട്ടിൽ നിന്ന്, സർക്കാർ ഓഫീസുകളിൽ നിന്ന് സാധാരണ ജനങ്ങൾക്ക് ലഭിക്കേണ്ടുന്ന കാര്യങ്ങൾക്ക് പോലും തടസ്സം വരുന്നു. അവിടെ പോലും കറപ്ഷൻ എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇത് ഏറ്റവും സാധാരണക്കാരായ ആൾക്കാരെ വല്ലാതെ പിടിച്ച് അവർക്കത് എന്തെങ്കിലും ഒരു പേപ്പറിനോ എന്തെങ്കിലും ഒരു ആവശ്യത്തിനോ ചെല്ലുന്ന ഒരു വ്യക്തിക്ക് ഉണ്ടാകുന്ന അതുവരെ അദ്ദേഹം കൃത്യമായി നോട്ട് ചെയ്താണ്. താഴെത്തട്ടിൽ നിന്ന കറപ്ഷനാണ് അദ്ദേഹം സാധാരണഗതിയിൽ നമ്മൾ പറയുന്നത്. മുകൾത്തട്ടിലെ കറപ്ഷനാണ്. ഇതങ്ങനെയല്ല. വളരെ കൃത്യമായി തന്നെ അദ്ദേഹം താഴെത്തട്ടിലെ കറപ്ഷൻ്റെ ഊന്നി എന്നുള്ളതാണ്. പിന്നെ മാഫിയ അദ്ദേഹം ഉദ്ദേശിച്ചത് മദ്യം, മയക്കുമരുന്ന്. അദ്ദേഹത്തിൻ്റെ കണക്ക് വെച്ചിട്ടായിരിക്കും ഒരു പ്രധാനമന്ത്രി അത് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും തമിഴ്നാട് മൊത്തമുള്ള ഏതാണ്ടൊക്കെ രേഖകൾ കയ്യിൽ വെച്ചിട്ടാകണം അദ്ദേഹം അത് പറഞ്ഞത്. അപ്പോൾ അത് വല്ലാതെ യുവാക്കളെ ത്രസിച്ചിരിക്കുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. യുവാക്കളെ എന്ന് പറഞ്ഞാൽ നമ്മുടെ പുതിയ യുവാക്കളെ ഇത് പിടികൂടി കഴിഞ്ഞു എന്ന് അദ്ദേഹം പറയുമ്പോൾ ഈ യുവാക്കളുടെ കുടുംബം അവരനുഭവിക്കുന്ന പ്രയാസങ്ങൾ, സ്ത്രീകൾ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ, ഇതൊക്കെയാണ് അദ്ദേഹം വളരെ വിശദമായി ചെങ്കൽപ്പെട്ടിൽ പറഞ്ഞത്. ചുരുക്കത്തിൽ പറഞ്ഞാൽ സ്റ്റാലിൻ സർക്കാരിനെ രൂക്ഷമായ ഭാഷയിൽ വിമർശിക്കുകയും ഇതൊരു കുടുംബ ആധിപത്യമാണ്, അവർക്ക് മാത്രമാണ് നേട്ടം എന്നാണ് വാസ്തവത്തിൽ അദ്ദേഹം ചുരുക്കത്തിൽ പറഞ്ഞത്. ഇനി അല്ല, അതിൻ്റെ ഒരു 2 കാര്യങ്ങൾ വളരെ ശ്രദ്ധേയമാണ്. ഒന്ന്, സാറ് പറഞ്ഞ ആ നിരീക്ഷണം വളരെ കറക്റ്റാണ്. കേരളത്തിൽ പിടിച്ച ഒരു ലോ പിച്ചോ അല്ലെങ്കിൽ മിഡിൽ പിച്ചിലോ അല്ല തമിഴ്നാട്ടിൽ, കുറച്ചുകൂടി ഹൈ പിച്ചിൽ പിടിച്ചിട്ടുണ്ട്. അതിൻ്റെ ഒരു കാര്യം, കേരളത്തെക്കാൾ സാധ്യത രാഷ്ട്രീയമായി BJP അവിടെ കാണുന്നുണ്ട്. അതിന് AIDMK ഘടകകക്ഷിയായി വരുന്ന സാഹചര്യത്തിൽ ഇപ്പോൾ AIDMKക്കകത്ത് എന്തോ ഇഷ്യൂസ് ഉണ്ട്. വേറൊന്ന്, അവിടെ പുതിയ സംസ്ഥാന BJP പ്രസിഡന്റ് സ്ഥാനത്തേക്ക് വന്ന ചില മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അത് ഗുണം ചെയ്യുകയോ ദോഷം ചെയ്യുന്നുള്ള 2ാമത്തെ കാര്യം. പക്ഷേ തമിഴ്നാട്ടിൽ അദ്ദേഹം കുറെ കൂടി ആവേശത്തോടെ കണ്ണുവെക്കുന്നു. അതിന്റെ അർത്ഥം എന്താ വെച്ചാൽ, കുറെ കൂടി ആവേശത്തോടെ വർത്തമാനം പറയുന്നു എന്ന് പറഞ്ഞ അർത്ഥം കുറെ കൂടി പ്രതീക്ഷയോടെ കണ്ണുവെക്കുന്നു. തമിഴ്നാടിന്റെ ഒരു സാധ്യത അതാണ്. പിന്നെ ഈ 2 കാര്യങ്ങൾ വളരെ പ്രധാനമാണ്. ഇപ്പൊ ഈ CMC അല്ലെ, ക്രൈം, മാഫിയ ആൻഡ് കറപ്ഷൻ. നല്ല പ്രയോഗമാണ്. പക്ഷെ ഇനി അങ്ങോട്ട് ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ ഒരു പ്രധാനപ്പെട്ട പ്രയോഗമായിട്ട് അത് മാറുകയും ചെയ്യും. പക്ഷേ ഇന്നല്ല, സാറിനറിയാലോ, എന്നും നമ്മുടെ രാഷ്ട്രീയത്തിലെ, പ്രത്യേകിച്ച് ആധുനിക കാലത്തെ രാഷ്ട്രീയത്തിലെ പ്രധാനപ്പെട്ട 3 ടേം തന്നെയാണത്. കറപ്ഷൻ ഇല്ലാത്തൊരു കാലം ഉണ്ടായിരുന്നോ എന്നുള്ളത് 1. 2, മാഫിയ. ഇപ്പൊ കറപ്ഷന്റെ കാര്യത്തിൽ ആലോചിച്ച് നോക്കൂ. കറപ്ഷൻ ഇല്ലാത്ത ഒരു ബദൽ സംവിധാനമാണ് ഇന്ത്യയിലെ സാധാരണക്കാർ ആഗ്രഹിക്കുന്നത്. പക്ഷെ അത് ഏത് പാർട്ടിക്ക് സമ്പൂർണ്ണമായി അത് കൊടുക്കാൻ പറ്റി? അത് പ്രധാനപ്പെട്ട ചോദ്യമാണല്ലോ. ഒരു ബദൽ സംസ്കാരം, സംശുദ്ധമായ രാഷ്ട്രീയ സംസ്കാരം ഇന്ത്യ പ്രതീക്ഷിക്കുന്നുണ്ട്. അത് BJPക്ക് പോലും എത്ര സംസ്ഥാനങ്ങളിൽ മോദി എന്ന ഒരു ബിംബം മാത്രം സംശുദ്ധമായി നിന്നതുകൊണ്ടായില്ലല്ലോ. അദ്ദേഹത്തിന്റെ പാർട്ടിക്ക് ഇന്ത്യയിലൊട്ടാകെ ഏതെല്ലാം സംസ്ഥാനങ്ങളിൽ സാധിച്ചു? അതാണല്ലോ 1ാമത്തെ കാര്യം, കറപ്ഷൻ. 2ാമത്തേത് മാഫിയ. ഏതെല്ലാം മാഫിയാണ് സാർ ഇന്ത്യ ഭരിക്കുന്നത്? ശരിക്കും പൊളിറ്റിക്കൽ മാഫിയ എന്ന് പറയുന്നൊരു പ്രയോഗം ഇപ്പോഴും പ്രയോഗത്തിൽ വന്നോ, സ്വീകാര്യത കിട്ടിയിട്ടില്ല. പക്ഷെ ഓർക്കേണ്ട ഒരു കാര്യം എന്താ, രാഷ്ട്രീയാതീതമായ ഒരു, നമ്മൾ പറയുന്നില്ലേ, ഒരു അന്തർധാര, അല്ലെങ്കിൽ ഇവർ തമ്മിലുള്ള നെക്സസ്, ആ പ്രയോഗം ഇടക്കാലത്ത് വന്നല്ലോ. ഞാൻ അത് ഓർത്തത് ഇദ്ദേഹത്തിന്റെ ഹരാരിയുടെ പുസ്തകമാണ്, ഏറ്റവും ലേറ്റസ്റ്റ് പുസ്തകമാണ് നെക്സസ്. അത് അന്താരാഷ്ട്ര ആഗോളതലത്തിലാണെങ്കിൽ കേരളത്തിലും ഇന്ത്യയിലും ഒക്കെ അതിൻ്റെ ഒരു തലമുണ്ട്. രാഷ്ട്രീയക്കാർ പരസ്പരം രക്ഷപ്പെടുത്തുക. ഇപ്പോൾ നരേന്ദ്രമോദി ഇതൊക്കെ ഇവിടെ വന്ന് പറഞ്ഞു പോയല്ലോ.
അന്തിമമായി ആരാണ് പിണറായി വിജയനെയും കുടുംബത്തെയും രക്ഷിക്കുന്നത് എന്ന ചോദ്യമുണ്ട് ആളുകളുടെ മനസ്സിൽ. അദ്ദേഹത്തിന് ആഗ്രഹം ഉണ്ടാവും ഇതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യണം എന്നൊക്കെ. അതാണ് ഈ കറപ്ഷന്റെ പ്രശ്നം. അതാണ് മാഫിയ എന്ന് പറഞ്ഞാൽ പൊളിറ്റിക്കൽ മാഫിയ, ഭൂമാഫിയ, മദ്യ മാഫിയ, എഡ്യൂക്കേഷൻ മാഫിയ, ഇതിൻ്റെ ഒക്കെ പുറമെ ഗുണ്ടാ മാഫിയ. അതെ. ഇപ്പം നമ്മൾ ഇരിക്കുന്നത് എറണാകുളത്താണ്. എന്നോട് എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കൾ, ആലുവക്കാരും മട്ടാഞ്ചേരിക്കാരും ഒക്കെ ആയ സുഹൃത്തുക്കൾ പറയുന്നത്, പ്രധാനപ്പെട്ട ഒരു ക്രൈം നടന്നാൽ പോലീസ് സ്റ്റേഷനിൽ പോയി പറയുന്നതിന് പകരം പോലീസ് സ്റ്റേഷനിൽ പോയി പറഞ്ഞാൽ പോലീസ് സ്റ്റേഷൻ്റെ ഉപശാലകളിൽ കൊണ്ടുപോയിട്ട് പോലീസ് ഉപദേശിക്കുന്നത് എന്താണെന്നറിയോ? നിങ്ങൾ പച്ചാളം ഷാജി മറ്റവനെ കാണാനാ എന്ന് വെച്ചാൽ അങ്ങനെയുള്ള ആളുകളെ ഇതിൻ്റെ മാഫിയ ലീഡേഴ്സ് ഇത് തീരുമാനിക്കും. വേറൊന്ന്, ഇവിടുത്തെ ഏറ്റവും വലിയ സ്റ്റാർസിന്റെ മേഖല ഏതാണ്? നമ്മുടെ സിനിമാ മേഖലയാണ്. അവരെ നയിക്കുന്ന ആരാ? അവർക്ക് വേണ്ടി ഓപ്പറേഷൻ നടത്തുന്ന ആരാ? അവരെപ്പോഴെങ്കിലും നിയമത്തിന് മുമ്പിൽ വന്ന് പരാതിപ്പെടുന്നില്ലല്ലോ. മറ്റോ ആരെങ്കിലും പരാതിപ്പെടുമ്പോൾ അന്വേഷിച്ചില്ല എന്നല്ലാതെ സിനിമക്കകത്ത് നടക്കുന്ന ഒരു കേസും പോലീസ് സ്റ്റേഷനിലല്ലല്ലോ അവർ പരാതിപ്പെടുന്നത്, മറ്റേതോ കോടതിയിൽ. അപ്പൊ മാഫിയ എന്ന് പറയുന്ന പ്രയോഗം അദ്ദേഹം മനസ്സിലാക്കുന്നതിനേക്കാളും, അദ്ദേഹം മനസ്സിലാക്കിയിരിക്കാം, അതുകൊണ്ടായിരിക്കാം അത് ആവർത്തിച്ച് പറയുന്നത്. പക്ഷെ അതിനേക്കാളും എത്രയോ ആഴത്തിൽ വേര് പിടിച്ചിരിക്കുന്നു അത്. മൂന്നാമത്തെ അദ്ദേഹം പറഞ്ഞല്ലോ, മൂന്നാമത്തെ എന്താ? കറപ്ഷൻ, ക്രൈം, കുറ്റകൃത്യങ്ങളുടെ പട്ടിക എവിടെ ചെന്ന് നിൽക്കുന്നത് നമ്മുടെ കറപ്ഷന്. ഇപ്പം ഈ 3 കാര്യങ്ങൾ വളരെ പ്രധാനമാണ്. പക്ഷേ തമിഴ്നാട്ടിൽ അദ്ദേഹത്തിന് എനിക്ക് തോന്നുന്നൊരു കാര്യം, തമിഴ്നാട്ടിൽ അദ്ദേഹം ഇത് പറയുമ്പോൾ വലിയ ഹൈ പിച്ചിലൊക്കെ പറഞ്ഞാൽ പോലും തമിഴ്നാട് പൊളിറ്റിക്സിന് വേരുകളുണ്ട്. അത് കൾച്ചറലായിട്ടുള്ള വേരുകളാണ്, ദ്രവീഡിയൻ വേരുകളാണ്. ഈ ദ്രവീഡിയൻ വേരുകൾ ഉയർത്തിപ്പിടിക്കാൻ നരേന്ദ്രമോദി പരമാവധി ശ്രമിച്ചിട്ടുണ്ട്. എങ്ങനെയാണെന്ന് വെച്ചാൽ ഇന്നലെയും ശ്രമിച്ചു. അതാണ് ഇനി ഒരേ ഒരു വഴി. നിങ്ങൾക്ക്, ഞാൻ എപ്പോഴും പറയാറുണ്ടല്ലോ, ഞാൻ BJP ലീഡേഴ്സിനോട് പറയാറുണ്ട്, നിങ്ങൾ കേരളത്തിന്റെ അന്തരീക്ഷം എന്താ? ഇപ്പോൾ തമിഴ്നാട്ടിൽ ചെന്ന് ദ്രവീഡിയൻ വേരുകൾ ഉയർത്തിപ്പിടിക്കുന്നത് പോലെ കേരളത്തിൽ ഉയർത്തിപ്പിടിക്കേണ്ടത് കേരളത്തിന്റെ നവോത്ഥാന വേരുകളുണ്ട്. ഇവിടുത്തെ ഞങ്ങളുടെ ഇവിടുത്തെ ഹിന്ദുത്വത്തിന്റെ നേതാവ് ശ്രീനാരായണ ഗുരുദേവനാണെന്ന് പറയണം. ഇവിടുത്തെ ഹിന്ദുത്വത്തെ നയിക്കുന്നത് മന്നത്ത് പത്മനാഭനാണ്, ചട്ടമ്പി സ്വാമികളാണെന്ന് പറയണം, അല്ലെങ്കിൽ അയ്യങ്കാളിയാണെന്ന് പറയണം. ആ ഒരു ലെവലിലേക്ക് ഇവരിപ്പോഴും കേരളത്തെ മാറ്റിയിട്ടില്ല. അതാണ് വേറൊരു അപകടമുള്ളത്. വേറൊന്ന്, ഇദ്ദേഹം പറയുന്നതിൻ്റെ ഒരു ചെറിയ അപകടം എന്താണെന്ന് വെച്ചാൽ, ഈ ഇന്ത്യക്കാരൻ്റെ മനസ്സിൽ ഏത് സംസ്ഥാനത്ത് ചെന്നാലും കുടുംബവാഴ്ച എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു പ്രശ്നമുള്ളത്, ഒരു തലമുറയ്ക്ക് മുമ്പ് ആ കുടുംബത്തിൽ നിന്ന് ഒരാൾ രാഷ്ട്രീയത്തിൽ ഉണ്ടായില്ല എന്നതൊരു കുറവുമല്ലല്ലോ. ഇപ്പൊ ജവഹർലാൽ നെഹ്റുവിന്റെ കുടുംബത്തിൽ രാഷ്ട്രീയക്കാരുണ്ടായി എന്നതൊരു ദോഷമല്ല. ആ കുടുംബത്തിൽ പിറന്നു എന്നത്, അതായത് 4 പേര് അറിയുന്ന ഒരു അച്ഛനുണ്ടാവുക, അല്ലെങ്കിൽ മുത്തശ്ശി ഉണ്ടാവുക, അതും അല്ലെങ്കിൽ മുതുമുത്തച്ഛൻ ഉണ്ടാവുക എന്നതൊരു തീർച്ചയായിട്ടും തറവാടിത്തം എന്ന് പറയുന്നത് നേർക്കുനേരെ നിരുപദ്രവമായി പറഞ്ഞാൽ ഒരു തറവാടിത്തം. അത് രാഷ്ട്രീയത്തിലും ഗുണമായി കാണുന്നവരാണ്. സാറിന് ഓർമ്മയുണ്ടോ, നോർത്ത് ഇന്ത്യൻ പൊളിറ്റിക്സ് എടുത്തു നോക്കൂ. നോർത്ത് ഇന്ത്യൻ പൊളിറ്റിക്സിൽ അവിടുത്തെ പഴയ റോയൽ കുടുംബങ്ങളാണ് ഏറ്റവും നല്ല. രാജസ്ഥാൻ എടുത്തു നോക്കൂ, നിങ്ങൾ ഈ സച്ചിൻ പൈലറ്റ് ഉൾപ്പെടെ ഈ ആളുകളൊക്കെ എടുത്തു നോക്കൂ, മാധവറാവു സിന്ധ്യയുടെ എടുത്തു നോക്കൂ, മധ്യപ്രദേശിൽ എവിടെ എടുത്താലും പഴയ VP സിംഗ് ആരായിരുന്നു? ഇന്ത്യൻ പൊളിറ്റിക്സിൽ പഴയ കരൺ സിംഗ് ആരായിരുന്നു? ഓർമ്മയില്ലേ? അപ്പൊ ഈ ഇന്ത്യൻ പൊളിറ്റിക്സിൽ ഈ പേര് കേട്ട തറവാടികളായ നേതാക്കന്മാരുടെ മക്കൾ രാഷ്ട്രീയത്തിൽ വരിക. കെ മുരളീധരന് ബേസിക് ആയിട്ടുള്ള ക്വാളിഫിക്കേഷൻ എന്താ? കെ കരുണാകരൻ എന്നതാണ് ആ ക്വാളിഫിക്കേഷന്റെ പേര്. അതിലപ്പുറം എന്താ അയാളുടെ കയ്യിലുള്ള ഇന്ത്യ ഒരു രാഷ്ട്രീയത്തിൽ ഔട്ട്സ്റ്റാൻഡിംഗ് ആയിട്ട് നിൽക്കാനുള്ള എന്ത് ക്വാളിറ്റി ഉള്ളത്? അപ്പോൾ അങ്ങനെ എടുക്കുമ്പോൾ ഈ മക്കൾ രാഷ്ട്രീയത്തെ ഇപ്പോൾ അന്ധമായിട്ട് ഇപ്പോൾ ഈ നെഹ്റു കുടുംബമാണ് ഇന്ത്യയിലെ പ്രധാന പ്രതിപക്ഷം എന്നതുകൊണ്ട് മാത്രം ഈ മനുഷ്യന്റെ തറവാടിത്തത്തെ, സംസ്കാരത്തെ, പാരമ്പര്യത്തെ ഒക്കെ തള്ളിപ്പറയുന്നത് ഇന്ത്യൻ സംസ്കാരത്തിന് എത്രത്തോളം ചേരും എന്നെനിക്കറിയില്ല. ഒരു പ്രശ്നമുണ്ടല്ലോ. പത്മജ വേണുഗോപാൽ എന്നൊരു BJP നേതാവിനെ എടുക്കുമ്പോൾ നരേന്ദ്രമോദിജി മക്കൾ രാഷ്ട്രീയത്തെ തള്ളിപ്പറയൂ. അതിലെന്താ അർത്ഥമുള്ളത്? പത്മജ വേണുഗോപാൽ സമം അല്ലെങ്കിൽ അവരുടെ പൊളിറ്റിക്കൽ ലെഗസി എന്ന് പറയുന്നത് എന്താ? കെ കരുണാകരനാണ്. അപ്പൊ അതിനെ മാറ്റിവെക്കുന്ന എനിക്ക് അർത്ഥമില്ല. അത് ഇപ്പൊ നമുക്കൊരു അതേ സമയത്ത് ഇതിന്റെ ഒരു മറുവശം പറയാം. ഒരച്ഛന്റെയും മുത്തച്ഛന്റെയും പാരമ്പര്യമില്ലാതെ, കുടുംബത്തിൽ നിന്ന് ഒരാൾ പോലും രാഷ്ട്രീയത്തിൽ ഇല്ലാതെ ചായമക്കാനി നടത്തിയിരുന്ന ഒരാൾ കഠിനാധ്വാനം കൊണ്ടും ഡെഡിക്കേഷൻ കൊണ്ടും ആത്മാർത്ഥത കൊണ്ടും അല്ലെങ്കിൽ ലക്ഷ്യബോധം കൊണ്ടും തീവ്ര പ്രയത്നം കൊണ്ട് ഇന്ത്യൻ പ്രധാനമന്ത്രി ആയി എന്നതിന് നമുക്കൊരു മാർക്ക് കൊടുക്കാം. പക്ഷേ മറ്റേതിനെ ഇകഴ്ത്തുന്നത് അതിന് ദോഷം തന്നെ ചെയ്യുള്ളൂ. പക്ഷേ ഇപ്പോ ഒരു ആഴത്തിൽ തമിഴ്നാട്ടിൽ ഒരു വാക്ക് കൂടി സർ, തമിഴ്നാട്ടിലാണല്ലോ ഇത് പറയുന്നത്.
തമിഴ്നാട്ടിൽ കരുണാനിധി ഏറ്റവും നല്ല സമയത്തല്ലേ രാഷ്ട്രീയത്തിലേക്ക് വന്നത്? ആരാണ് അവിടെ വരാത്തത്? MGR നല്ല പിന്തുണച്ചക്കാരുണ്ടായില്ല. MGR ഉണ്ടായത് പിന്നീട് അദ്ദേഹത്തിന്റെ പേരായിട്ട് അഭിനയിച്ച് ജയലളിതയാണെന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ പരാജയം. കരുണാനിധി അങ്ങനെയല്ല. കരുണാനിധി സിനിമയിൽ തിളങ്ങി നിൽക്കുന്ന കാലത്താണ് രാഷ്ട്രീയത്തിൽ വന്നത്. അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് അദ്ദേഹത്തിന്റെ കുടുംബം മുഴുവൻ രാഷ്ട്രീയത്തിൽ വരുന്നു. ഇപ്പൊ ഇനിയും തലമുറകളായിട്ട് വരുന്നു. അതൊരു അയോഗ്യതയായിട്ട് പരിഗണിക്കുന്നത് ഇന്ത്യക്ക് ഇഷ്ടമാണെന്ന് ഞാൻ കരുതുന്നില്ല. പുതിയൊരു തലമുറയിൽ നിന്ന് ഒരാൾ വരണം. ഇനിയിപ്പോ മോദിക്ക് പാരമ്പര്യമായിട്ട് ഒരാൾ വരാനും ഇടയില്ല. അല്ല, എനിക്ക് തോന്നുന്നു അതിൽ നമ്മൾ കുറ്റം കാണുന്നവർക്ക് കാണാം. പക്ഷേങ്കിലും ആ വരേണ്ടുന്ന പാത്തിൽ കൂടി വന്നാൽ അത് വിഷയമല്ല, കുഴപ്പമില്ലല്ലോ. പക്ഷേ ഇപ്പോൾ ഇതിനകത്തിപ്പോൾ അദ്ദേഹം പല കാര്യങ്ങൾ വെച്ചുകൊണ്ട് നമ്മൾ ഈ പറഞ്ഞ ആൾക്കാരൊക്കെ തന്നെയും ഈ ഷോർട്ട് കട്ട് ഉപയോഗിച്ച് വന്നവരായതുകൊണ്ടാണ് അദ്ദേഹം അത് പറയുന്നതെന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ മോദി, ഞാനിപ്പോൾ ചിന്തിക്കാറുണ്ട്, മോദിക്ക് ഒരു 3-ാം വട്ടം 4-ാം വട്ടം എന്ന് പറയുമ്പോൾ 2 ഇരുന്നില്ലേ 3 ഇരുന്നില്ലേ എന്ന് ചോദിക്കാം. പക്ഷേ ഒരു ആഴത്തിൽ വേരോടിയ ഒരു വൃക്ഷത്തെ പെട്ടെന്ന് എത്ര ശക്തനായാലും തള്ളിയിടാൻ കുറച്ച് സമയം എടുക്കും. പക്ഷെ ആ അവസ്ഥയിലേക്ക് എത്തിയതിന് ശേഷം മാത്രമേ ഒരുപക്ഷെ നമുക്കതിന് കഴിഞ്ഞെന്ന് വരുള്ളൂ. അപ്പോൾ മോദിക്ക് ഒരു വ്യക്തമായ BJPക്ക് ഉണ്ടാകാം, പിന്നെ RSSനുണ്ടാകാം. പക്ഷെ ഒരു പ്ലാന് വ്യക്തി എന്നുള്ള നിലയിൽ, ഈ പ്രസ്ഥാനവുമായി ഒരുമിച്ച് നടന്ന വ്യക്തി എന്നുള്ള നിലയിൽ അദ്ദേഹത്തിൻ്റെ മൈൻഡിലും ഉള്ളിലും ഒരു തോന്നലുണ്ടാവും, ഒരു തീരുമാനം ഉണ്ടാവും. ആ തീരുമാനം നടപ്പാക്കാനുള്ള ഇനിയുള്ള ദിവസങ്ങൾ, ഇനിയുള്ള വർഷങ്ങൾ ഒരുപക്ഷെ ആ തീരുമാനം പിന്നെ അദ്ദേഹം നടപ്പാക്കുന്ന ഒരു കാലമായിരിക്കാം. ഇന്നലെയും അദ്ദേഹം വളരെ കൃത്യമായി തന്നെ ഇപ്പോൾ കാർത്തിക ദീപം പോലും തെളിയിക്കാനുള്ള അവസരം ലഭിക്കാതെ പോയ അദ്ദേഹം പറയുന്നു. വളരെ സെൻസിറ്റീവ്, തമിഴ്നാട്ടിലെ ഏറ്റവും ഹോട്ടായിട്ടുള്ള ഇഷ്യൂ ആണത്. അത് ആവശ്യമില്ലാതെ ഗവൺമെന്റ് കയറി ഇടപെട്ട് സ്റ്റാലിൻ അങ്ങനെയുണ്ടോ? പക്ഷേ അത് അവിടുത്തെ ഒരു കേസ്, പ്രമാദമായ കേസാണ്. അതിനെക്കുറിച്ച് തമിഴ്നാട്ടിൽ ചെല്ലുമ്പോൾ തീർച്ചയായിട്ടും അദ്ദേഹം അത് പറയണം. അപ്പോൾ സംസ്കാരവും ഒക്കെ താർക്കാനുള്ള ബോധപൂർവമായ സംസ്കാരത്തെ അദ്ദേഹം കൈകാര്യം ചെയ്ത രീതി എവിടെയാണെന്നറിയാം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. നമ്മുടെ പാർലമെന്റ് മന്ദിരത്തിന്റെ ഉദ്ഘാടനത്തിന് അദ്ദേഹം സന്യാസിമാരെ കൊണ്ടുപോയത് തമിഴ്നാട്ടിലെ ശൈവ സന്യാസിമാരെ, വൈഷ്ണവരെ അല്ല. അപ്പൊ അത് ഒരു സൂചനയാണ്. മാത്രമല്ല മറ്റേ സാധനം ഉണ്ടല്ലോ, എന്താണ് ചെങ്കോൽ അവരുടെയാണ്. കൂട്ടിയിണക്കാനുള്ള ശ്രമം അത് നടക്കുന്നുണ്ടാവും. അത് നടന്നാൽ നല്ലത്. പക്ഷെ അതിലേക്ക് പാലം പണിയണമെങ്കിൽ ഒരു കുറച്ച് പണിയെടുക്കും. സ്വാഭാവികമാണ്, പക്ഷേ എളുപ്പമല്ല. ദ്രവീഡിയൻ മനസ്സിൽ മാത്രമല്ല, ഇവരറിഞ്ഞായാലും അറിയാതെ ആയാലും RSSനുള്ള ഒരു ചിത്രം സവർണ ബ്രാഹ്മണ ബുദ്ധിയിൽ നിന്ന് വിരിഞ്ഞ ഒരു പാർട്ടിന്ന്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് എന്താണ് ഇന്ത്യയിൽ പരാജയപ്പെടാനുള്ള ഒരു കാരണം? പ്രധാനപ്പെട്ട കാരണങ്ങളിൽ ഒന്ന് ഇന്ത്യൻ കൾച്ചറിനെ തള്ളിപ്പറഞ്ഞതൊക്കെയാണ്. പക്ഷേ ജനമനസ്സിൽ വന്ന ആദ്യത്തെ വികാരം ഇപ്പോഴും കമ്മ്യൂണിസ്റ്റ് പാർട്ടി പോളിറ്റ് ബ്യൂറോ സമം ബ്രാഹ്മിൻസിന്റെ ഒരു യൂണിയൻ എന്നാണ്. ആ ചിത്രമുണ്ട്. അപ്പൊ തമിഴ്നാട്ടില് നിങ്ങൾ ഇവർ ഈ RSSനെ കേരളത്തിലെ പോലെ തന്നെ, അല്ലെങ്കിൽ കേരളത്തെക്കാളും ഭീകരമാണ്. ദ്രവീഡിയൻ പൊളിറ്റിക്സ് സിരകളിൽ തിളക്കുന്ന ഒരു ജനതയാണത്. അത് പറഞ്ഞവരൊക്കെ ജയിച്ചിട്ടുണ്ട്. EV രാമസ്വാമി നായ്ക്കർ മഹാനായി തീരുന്നത് അങ്ങനെയാണ്. അദ്ദേഹം യുക്തിവാദി ആയതുകൊണ്ടല്ല, അദ്ദേഹം കറക്റ്റ് ദ്രവീഡിയൻ പൊളിറ്റിക്സ് പറഞ്ഞു എന്നുള്ളതുകൊണ്ടാണ്. അതുകൊണ്ടാണ് അണ്ണാദുരൈ ജയിച്ചത്. അതുകൊണ്ടാണ് ഇദ്ദേഹം ഈ സ്റ്റാലിൻ്റെ അച്ഛൻ കരുണാനിധി വിജയിക്കുന്നത്. അപ്പൊ ആ പൊളിറ്റിക്സിനെ വേദികളിൽ അദ്ദേഹം ആവേശത്തിൽ പറയുന്നത് തീർച്ചയായിട്ടും അണികൾക്ക് ആവേശം കൊള്ളിക്കാം. പക്ഷെ ആശയതലത്തിൽ കുറെ കൂടി ആഴത്തിലുള്ള നീക്കം നടത്തിയില്ലെങ്കിൽ എളുപ്പമല്ല എന്നാണ് ഞാൻ. എന്തായാലും ബംഗാളിൽ പോയി, കേരളത്തിലേക്ക് വന്നു, തമിഴ്നാട്ടിലേക്ക് പോയി. 2026 മുന്നിൽ കണ്ടുകൊണ്ട് ഒരു കൊടുങ്കാറ്റായി അദ്ദേഹം സംസ്ഥാനങ്ങളിൽ കൂടി കടന്നു പോകുക. എനിക്ക് തോന്നുന്നു അദ്ദേഹം ഈ ലോകത്തിൽ സഞ്ചരിക്കുന്നത് ഒന്ന് കുറച്ചിട്ട് ഇപ്പൊ ഇന്ത്യയിൽ സഞ്ചരിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇവിടെ കയ്യെത്താത്ത ചില സംസ്ഥാനങ്ങളിലേക്ക് അദ്ദേഹവും നേരിടുന്ന ഒരു ക്രൈസിസ് ഞാൻ വിചാരിക്കുന്നത് BJPയിൽ മോദി മാറിയാൽ മോദി തന്നെ തുടരട്ടെ എന്നല്ലാതെ അവർക്ക് പോലും ഒരു ഓപ്ഷൻ ഇല്ല. ആര് വരട്ടെ എന്ന് പറയാൻ ആരാ? രണ്ടാമതൊരു പേരില്ലല്ലോ ചൂണ്ടിക്കാണിക്കാൻ. അത് വലിയ ഗ്യാപ്പാണത്, മഹാശൂന്യതയാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.